സിദ്ദീഖ്, നിങ്ങളൊരു ചുണക്കുട്ടിയാണ്. പാർട്ടിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന നന്മയുള്ള ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളത്. അത് വളരെ വ്യക്തമായി ഇന്നലെ നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. പുഞ്ചിരിയോടുകൂടി തൻ്റെ മണ്ഡലം രാഹുൽ ഗാന്ധിക്ക് ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ മാത്രമല്ല, മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും നെഞ്ചിലേറ്റേണ്ട വാക്കുകൾ തന്നെയാണ്. ടി സിദ്ദീഖിന്റെ ആത്മാർത്ഥത, പാർട്ടിയോടുള്ള കൂറ്, പാർട്ടി പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു യുവ നേതാവിന്റെ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ കണ്ടുപഠിക്കണം കോൺഗ്രസിന് അകത്തുള്ളവരും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും. പാർട്ടിക്കകത്ത് തമ്മിൽ പോര് നടക്കുന്നു, ശക്തമായിട്ടുള്ള രീതിയിൽ സീറ്റിന് വേണ്ടി തർക്കങ്ങൾ നടക്കുന്നു. പല മുതിർന്ന നേതാക്കൾ പോലും പാർട്ടിയുടെ അന്തസ്സ് കളഞ്ഞ് പാർട്ടി ഒന്നുമല്ല എന്ന് പറഞ്ഞ് ശത്രുപാളയത്തിലേക്ക് പാർട്ടിയോട് പ്രതികാരം ചെയ്യാൻ മാത്രമായി മുന്നോട്ട് പോകുന്നു. ഒടുവിൽ അവിടെ നിന്നും അവർക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കാത്തപ്പോൾ തങ്ങളിരുന്ന പാർട്ടി അല്ലെങ്കിൽ തങ്ങളിരുന്ന സ്ഥാനമാനങ്ങളുടെ വിലകൾ അവർ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ടി സിദ്ദീഖ് തനിക്ക് ലഭിച്ച ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു മണ്ഡലം, ഒരു സീറ്റ് കൃത്യമായ രീതിയിൽ പാർട്ടി പറയുന്നതനുസരിച്ച് പാർട്ടിക്ക് വേണ്ടി വിട്ടുകൊടുത്ത് ആ പാർട്ടി പറയുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനിറങ്ങാൻ താൻ തയ്യാറാണെന്ന ഉറച്ച സ്വരത്തിൽ, ഉറച്ച രീതിയിൽ, ഉറച്ച നിലപാടോടുകൂടി മാധ്യമങ്ങളോട് പറഞ്ഞ ടി സിദ്ദീഖ് കോൺഗ്രസിന് മാത്രമല്ല മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയാക്കേണ്ട ഒരു നേതാവ് തന്നെയാണ് രാഷ്ട്രീയ ജീവിതത്തിൽ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ടി സിദ്ദീഖിന് 2 പ്രാവശ്യം ലഭിച്ച അവസരങ്ങളും ഇതുപോലെയുള്ള കോട്ടകളായിരുന്നു നൽകിയത്. അതായത് പലയിടങ്ങളിലും എതിർ സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരവസരമുള്ള മേഖലകൾ. അതിലൊന്ന് കുന്നമംഗലവും മറ്റൊന്ന് കാസർഗോഡുമാണ്. കാസർഗോഡ് തന്നെ എടുത്തു നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ള പോരാട്ടം അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് കാഴ്ചവെച്ചു. ചെങ്കോട്ട എന്നറിയപ്പെടുന്ന കാസർഗോഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എതിരാളിയെ തളർത്തണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം പ്രയത്നിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നറിഞ്ഞിട്ട് പോലും പി കരുണാകരന്റെ 60,000 വോട്ടിനെ 6,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് കുറച്ചുകൊടുത്ത് അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് ഉറച്ചു നിന്ന് കോൺഗ്രസിന് വേണ്ടി പോരാടി, UDFന് വേണ്ടി പോരാടി. അത്തരത്തിലുള്ള ആർജവമുള്ള നേതാക്കന്മാർ ചിലപ്പോൾ പാർട്ടിക്കകത്ത് കുറവായിരിക്കാം. പാർട്ടിക്ക് വേണ്ടി സീറ്റ് വിട്ടുകൊടുത്ത അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുകയാണ്. ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. മതേതര രാഷ്ട്രീയ പാർട്ടികളൊക്കെ അദ്ദേഹത്തിന് കൈയടിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു വലിയ സത്യവും തുറന്നു കാണിക്കുന്നുണ്ട്. പാർട്ടിയാണ് എനിക്ക് വലുത് എന്ന് ഉറച്ച നിലപാടോടുകൂടി ഉറച്ച സ്വരത്തിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, അദ്ദേഹം നാളെയുടെ വാഗ്ദാനമാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.